വൈ ഫാർഫല, എന്തുകൊണ്ട് ഫാർഫല? അതിൻ്റെ ആൻസർ ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞാൽ പോരെ. നമ്മളൊരു ഗാർമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് അതിൻ്റെ ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായ ഫാബ്രിക് എന്ന് മാത്രമേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗാർമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ, എക്സ്പെഷ്യലി നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് ഫാബ്രിക്കാണ് അവരുടെ സ്കിന്നിന് ഏറ്റവും സേഫ് ആയത്, അവർ ഹാംഫുൾ അല്ലാത്തത്, ആ ഫാബ്രിക് വേണം നമ്മൾ അതിനായി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോട്ടൺസ്, പല ടൈപ്പ് കോട്ടൺസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പ്രീമിയം കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് 100% അത് കോമ്പാക്റ്റ് യാണാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ യാൺ എന്ന് വെച്ചാൽ അത്രയും ഫൈനായിട്ടുള്ള യാണാണ്. നമ്മൾ ഫാർഫലയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആ സ്റ്റൈൽസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. കാരണം നമുക്കിപ്പോഴുള്ള പേരൻസിനൊക്കെ അവരുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷായ ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റിയും ഈ ക്വാളിറ്റിയുടെ കൂടെ കുറച്ച് സ്റ്റൈലിഷായ ഡ്രസ്സും കൂടി നമുക്ക് സെലക്ട് ചെയ്താൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മളെ ഡിസൈൻസ് ഒരു 2 ഇയേഴ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഡിസൈൻസ് അതിനെ നമ്മൾ മിനിമൈസ് ചെയ്തു. ആ ഫാഷൻസ് നമ്മൾ ഇൻഫാൻറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അത് നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കി. എത്രത്തോളം പ്രൊഡക്ഷൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ കട്ടിങ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട കുറേ ക്വാളിറ്റി സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ലെവലിലുള്ള സിസ്റ്റങ്ങൾ തന്നെയാണ് നമ്മൾ കട്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് ക്വാളിറ്റി ഇഷ്യൂസും നമുക്ക് കട്ടിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള സിസ്റ്റംസ് നമ്മൾ ഓൾറെഡി കട്ടിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫാക്ടറി റൺ ചെയ്യുന്നത്. പ്രിൻറ്റിങ് വെച്ച് നമ്മൾ സ്റ്റൈൽ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെയാണ് നമുക്ക് അതിനകത്ത് AOPs, ഓൾ ഓവർ പ്രിൻറ്റ് വേണോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ചെസ്റ്റ് പ്രിൻറ്റ് മാത്രം മതിയോ, അങ്ങനെയുള്ള ഡിസൈനേഴ്സ് സെക്ഷനാണ് അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രിൻറ്റിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഡൈസും നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഡൈസും കുട്ടികൾക്ക് ഹാംഫുൾ ആവല്ലാത്ത കളേഴ്സുമാണ് നമ്മൾ പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്രിൻറ്റിങ് എല്ലാം തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതും അതിന് വാഷിംഗ് ഗ്യാരണ്ടി ഉള്ളതുമാണ്. ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ ക്വാളിറ്റി എക്സ്പെക്ട്സ് ഉണ്ടാവോ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇത് സ്റ്റിച്ചിങ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ എംപ്ലോയീസിന് ആ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവരുടെ വർക്കിൽ ആ ക്വാളിറ്റി വരുന്നത്. നമ്മൾ മാക്സിമം നമുക്ക് ട്രെയിൻഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു QC സിസ്റ്റം ഉണ്ട്. നമുക്ക് അതിൽ തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു നീഡിൽ പോളിസി ഉണ്ട്. അതായത് ഒരു ഡ്രസ്സിനകത്ത് നമ്മളിപ്പം എല്ലാ മെഷീൻസും നീഡിൽ 1 or 2 ഒക്കെ നീഡിൽ യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. അപ്പോൾ ഈ മെഷീൻസിൽ നീഡിൽ ബ്രേക്കേജ് ആയാൽ തന്നെ ഈ ചെറിയ പോയിൻ്റൊക്കെ നമ്മൾ ഈ ഡ്രസ്സിനകത്ത് പെട്ടുപോകാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കര കുട്ടികൾക്ക് മുറിവുണ്ടാക്കാനൊക്കെ കാരണമാകും. നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് നമുക്ക് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് നീഡിൽ നമ്മൾ സ്വിങ് ലൈനിലേക്ക് ഇഷ്യൂ ചെയ്യും. ക്വാളിറ്റി ചെക്കേഴ്സ് ഉണ്ട്, സ്റ്റൈൽസ് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം അത് നേരെ ഓഡിറ്റിങ്ങിലേക്ക്. അപ്പോൾ ക്വാളിറ്റി ഓഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 2 സെക്ഷൻ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ബട്ടണിൽ ഉപയോഗിക്കുന്ന കളറുകളും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാംഫുൾ അല്ലാത്ത ലെഡ് ഫ്രീ ആയ ബട്ടൺസുകളും ബട്ടൺ കളറിങ് പെയിൻറ്റ്സൊക്കെയാണ് നമ്മൾ ഫിനിഷിങ്ങിൽ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ബട്ടൺ രണ്ടാമത് വേണ്ട ഒരു സേഫ്റ്റി എന്ന് വെച്ചാൽ അതിൻ്റെ പുൾ ടെസ്റ്റാണ്. അതായത് ഒരു കുട്ടിയുടെ ഡ്രസ്സിൽ നിന്ന്
ഒരു ബട്ടൺ ഇളകി പോരുവാണെങ്കിൽ അതൊരു ചോക്കിങ്ങിന് ചാൻസ് ഉണ്ടാക്കാം കുട്ടികളുടെ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എക്സ്റ്റേണൽ പാർട്സ് നമ്മൾ അവിടെ പിടിപ്പിക്കുകയാണെങ്കിലും അതിനൊരു മിനിമം സ്ട്രെങ്ത് നമ്മൾ കൊടുക്കണം. നമ്മളെ ഈ ന്യൂ ബോൺ ബേബീസിനകത്ത് ഒരു 50% കസ്റ്റമേഴ്സ് ഇത് വാങ്ങിക്കുന്നത് നമ്മൾക്ക് ഗിഫ്റ്റ് പർപ്പസിനായിട്ട് വേണം. അപ്പോൾ നമ്മൾ ആ ബോക്സ് ആക്ച്വലി ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കസ്റ്റമർ എടുക്കാൻ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഐറ്റംസ് ആണ് നമ്മൾ. എന്നോട് ചോദിച്ചില്ലേ വൈ ഫാർഫല, ഇതുകൊണ്ടാണ് ഫാർഫല.